ശബരിമലയിലെ ആചാര സംരക്ഷണ സമരത്തിൽ പോലീസ് കുറ്റപത്രം. ഗോവ ഗവർണർ ഒന്നാം പ്രതി കണ്ടാലറിയാവുന്ന 10 പേരുടെ കൂട്ടത്തിൽ ഒ രാജഗോപാലും. മാന്നാർ പോലീസിൻ്റേതാണ് കുറ്റപത്രം. ശബരിമല പ്രക്ഷോഭ സമയത്ത് വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്ന കേസിലാണ് പോലീസ് നടപടി. ആ സമയത്ത് താൻ മാന്നാറിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രതികരിച്ചിട്ടുണ്ട്. മനസ്സിൽ എന്നെ ഞാൻ പ്രതിയാതില്ല, ഒന്നാം പ്രതിയാണ് ഞാൻ. അതിപ്പം രാജഗോപാലിക്ക് മനസ്സിലൊന്നും ഓർമ്മയില്ലാത്തത് പറയാത്ത രാജഗോപാലിൻ്റെ പ്രതിയാണ്. ഞാനും രാജഗോപാലിൻ്റെ പ്രതികളാണ്. ഇന്നല്ല, എനിക്കല്ല, എന്നെ സമൻസയക്കാൻ അവർക്ക് അധികാരമില്ലാത്തവർ മാറ്റിവെക്കും. ഞങ്ങളെല്ലാം പ്രതികളായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. രാജഗോപാൽജി 96 വയസ്സുള്ള രാജഗോപാലിൻ്റെ പ്രതിയാണ്. 2018 എന്തോ കാറ് അടിച്ചു പൊളിച്ചു എന്നോ എന്തോ പറഞ്ഞിട്ടാണ്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച കൊടുത്തു. സമൻസ് കിട്ടിയ കുറേ ആൾക്കാരുണ്ട്. അതേ 10 പേരെ പ്രതികളാക്കി. കണ്ടാലറിയുന്നവരുടെ കൂട്ടത്തിൽ രാജഗോപാൽ, ഒ രാജഗോപാൽ, ശ്രീധരൻപിള്ള, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അതയുടെ വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ആചാര സംരക്ഷണ സമരത്തിൽ ആണിപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്നത് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, അദ്ദേഹം ഒന്നാം പ്രതി. മാത്രമല്ല, ഒ രാജഗോപാൽ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാന്നാർ പോലീസാണ് ചാർജ് ഷീറ്റ് നൽകിയിരിക്കുന്നത്. ശബരിമല പ്രക്ഷോഭ സമയത്ത് വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്ന കേസിലാണ് പോലീസിൻ്റെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശ്രീധരൻപിള്ളയുടെ പ്രതികരണം പ്രേക്ഷക കണ്ടല്ലോ. ആ സമയത്ത് താൻ മാന്നാറിൽ ഉണ്ടായിരുന്നില്ല, അവിടെ ആ സമയത്ത് ഇല്ലാത്ത PS ശ്രീധരൻപിള്ളയാണ് ഒന്നാം പ്രതിയാക്കി വെച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ മറ്റെന്തൊക്കെ ചാർജുകളാണ് ഇവർക്കെതിരെ നിരത്തിയിട്ടുള്ളത്? പ്രശാന്ത്. അനിൽ നമ്പ്യാർ, ഇന്ന് മുതിർന്ന BJP നേതാവ് K രാമൻപിള്ളയുടെ നവതി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഈ കുറ്റപത്രം സമർപ്പിച്ച കാര്യം പറയുന്നത്. ആ കുറ്റപത്രത്തിൽ PS ശ്രീധരൻപിള്ള ഒന്നാം പ്രതിയും അതോടൊപ്പം തന്നെ മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഒ രാജഗോപാൽ ഉൾപ്പെടെ 10 പേർ, കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാന്നാറിൽ ഒരു സ്ഥലത്ത് വെച്ച് കാർ തല്ലിപ്പൊളിച്ചു എന്നതടക്കമുള്ള കേസുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക്, അതായത് PS ശ്രീധരൻപിള്ള ഒഴികെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും സമൻസ് നൽകിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതായത് താൻ ഗവർണറായതുകൊണ്ട് മാത്രം തന്നെ ഒഴിവാക്കി, സമൻസിൽ നിന്നും ഒഴിവാക്കി, എന്നാൽ ചാർജ് ഷീറ്റിൽ, കുറ്റപത്രത്തിൽ തൻ്റെ അടക്കം പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുമാണ് PS ശ്രീധരൻപിള്ള പറയുന്നത്. ഇത് അല്പസമയം മുമ്പാണ് ഈ നവതി ആഘോഷ ചടങ്ങുകൾ നടന്നത്. ആ നവതി ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. തുടർന്നാണ് മാധ്യമങ്ങളോട്, പ്രത്യേകിച്ച് ജനം TV യോട് ഇക്കാര്യം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. താൻ ആ സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നില്ല, ആ സ്ഥലത്ത് ഇല്ലാത്ത സമയത്താണ് ഇത്തരമൊരു, താൻ ആ സംഭവ സമയത്ത്, അതായത് പോലീസ് പറയുന്ന സമയത്തും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. തനിക്കെതിരെ അടക്കമുള്ളവർക്കെതിരെയും ഈ അന്യായമായിട്ടുള്ള കേസാണ് ചുമത്തിയത്. നമുക്കറിയാം, നേരത്തെ ശബരിമല പ്രക്ഷോഭ സമരവുമായി ബന്ധപ്പെട്ട് വ്യാജ കേസുകൾ നിരവധിയാണ് പോലീസ് അന്ന് ചുമത്തിയിരുന്നത്. സമാനമായൊരു കേസ് തന്നെയാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നു. അതും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഒ രാജഗോപാൽ, മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാൽ ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം. പ്രശാന്ത്, ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ളത്, അതായത് വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്നതാണ് പ്രധാനമായിട്ടുള്ള ചാർജ്. ഇവർക്ക് എതിരെയുള്ള കുറ്റാരോപണം എന്ന് പറയുന്നത് വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്നുള്ളതാണ്. നോക്കൂ, PS ശ്രീധരൻപിള്ളയും ഒ രാജഗോപാലും ഒക്കെ ഒരു കാരണവശാലും വാഹനങ്ങൾ അടിച്ചു തകർക്കാൻ പോവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല, നേരത്തെ PS ശ്രീധരൻപിള്ള അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് മാന്നാറിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഒ രാജഗോപാൽ, അദ്ദേഹത്തെ പോലെ വന്ധ്യവയോധികനായ ഒരു വ്യക്തി ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല എന്ന് എല്ലാവർക്കും നന്നായി അറിയുകയും ചെയ്യാം. പിന്നെന്തിനാണ് ഈ ഒരു കേസിൽ, ഈ വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്ന കേസിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ്. പ്രശാന്ത്, ഈ കുറ്റപത്രത്തിൽ ഈ ഒരു ചാർജ് മാത്രമേ ഉള്ളൂ, ഈ ഒരു കുറ്റം മാത്രമേ ആരോപിച്ചിട്ടുള്ളൂ, വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ ശശികല ടീച്ചർ വ്യക്തമാക്കിയതുപോലെ ടീച്ചർക്കെതിരെ 100ഓളം കേസുകളുണ്ട്. മാത്രമല്ല, ഈ 100ഓളം കേസുകളിൽ
ഇപ്പോൾ കുമ്മനം രാജശേഖരനെ പ്രതിയാക്കിക്കൊണ്ടുള്ള നിരവധി കേസുകളുണ്ട്. അദ്ദേഹമാണല്ലോ ഈ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്നത്. അപ്പോൾ ഈ ചാർജ് ഇത് മാത്രമാണോ? ഈ ചാർജ് നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, ആ സ്ഥലത്ത് പോലും ഇല്ലാത്ത ഒരാളാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതിനെ രാഷ്ട്രീയ പ്രതികാര നടപടി എന്ന് തന്നെയല്ലേ കാണേണ്ടത്? ഈ ഒ രാജഗോപാലുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സംസാരിക്കുകയായിരുന്നു. ആ സംസാരിക്കുമ്പോഴാണ് രാജഗോപാൽ സാറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ സമൻസ് വന്നിരിക്കുന്നത്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസെടുത്തുകൊണ്ടത് അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തുടങ്ങുന്നത്. അതായത് PS ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ തുടങ്ങുന്നത്. തുടർന്നാണ് ആദ്യം വേദിയിൽ ഈ വിഷയം വിവരിക്കുന്നത്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, തനിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്, പക്ഷേ തനിക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്, പക്ഷേ സമൻസ് സമർപ്പിക്കാത്തത് താൻ ഭരണഘടനാ പദവി വഹിക്കുന്നൊരു സ്ഥാനത്ത് എന്നടക്കം പറഞ്ഞുകൊണ്ട് പറയുന്നു. അതിനിടയിലാണ് സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും അടക്കം വിമർശിക്കുകയും ചെയ്തത്. കേസിൻ്റെ കുറ്റപത്രം ഇതുവരെ നമുക്ക് ലഭിച്ചില്ല. ഈ അല്പസമയം മുമ്പാണ് ഈ വിഷയം നമ്മൾ അറിയുന്നത് തന്നെ. ശ്രീധരൻപിള്ളയുടെ വാക്കുകളിലൂടെ തന്നെയാണ്. അദ്ദേഹം നമ്മളോട് ജനം TV തുറന്ന് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യം നമ്മൾ അറിയുന്നത്. അദ്ദേഹം എന്താണ് ഇതിന്റെ നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ അദ്ദേഹത്തോട് സമീപിക്കുകയും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തത്. അപ്പോഴാണ് അദ്ദേഹം കൂടുതൽ വ്യക്തമായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കുറ്റപത്രം ലഭിച്ചാൽ മാത്രമേ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സംസ്ഥാനത്ത് തന്നെ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഗോവയുടെ ഗവർണർ കൂടിയായ PS ശ്രീധരൻപിള്ളയെ അടക്കമുള്ളവരെ, അതോടൊപ്പം തന്നെ മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാൽ അടക്കമുള്ളവർക്കെതിരെ, കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് അപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മാന്നാർ പോലീസിന്റേതാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മാന്നാറിൽ ഒരു കാർ തല്ലി തകർത്തു എന്നതാണ് കേസിന് അടിസ്ഥാനം. ഈ സമയത്ത് രാജഗോപാൽ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ PS ശ്രീധരൻപിള്ള ആയിക്കോട്ടെ, ആ സംഭവ സ്ഥലത്ത് പോലും തങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ മറ്റ് ആരും തന്നെ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നിട്ട് പോലും ഇത്തരമൊരു കേസ് എടുത്തിരിക്കുന്നത് മാന്നാർ പോലീസ് ഏത് അടിസ്ഥാനത്തിലാണെന്നും PS ശ്രീധരൻപിള്ള വിമർശിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി. കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണെന്ന് വ്യക്തമാണെന്ന് പറയുകയും ചെയ്തു. കാരണം സമാനമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. ഭക്തർ ഈ യുവതീ പ്രവേശനം നടത്തിയതിന് പിന്നാലെ പലയിടങ്ങളിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നാമജപ പ്രതിഷേധ ഘോഷയാത്രകളാണ് പലയിടങ്ങളിലും നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇത് നടക്കുകയും ചെയ്തിരുന്നു. അത്തരം നാമജപ ഘോഷയാത്രകൾക്കെതിരെയെല്ലാം സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തിന്റെ പോലീസും കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തരം കള്ളക്കേസുകൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ടാൽ അറിയാവുന്നവരും മാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് ആ സമയങ്ങളിലെല്ലാം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരം ഒരു കേസ് കൂടി വന്നിരിക്കുന്നത്.